ചവറ ജയകുമാർ ശ്രീ സംഘടനാ നേതാവ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ, ഞാൻ നേരത്തെ തന്നെ നമ്മൾ സർവീസ് സംഘടനാ നേതാക്കളോട് ചോദിച്ച ചോദ്യം തന്നെയാണ് വീണ്ടും ചോദിക്കാനുള്ളത്. സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ഒറ്റയ്ക്ക് സാധിക്കുന്ന കാര്യമല്ല ഇങ്ങനെ പെൻഷൻ തട്ടിച്ചെടുക്കുക എന്ന് പറയുന്നത്. ഇതിന് പിന്നിൽ വലിയൊരു സംഘം പ്രവർത്തിക്കുന്നതായിട്ടാണ് ലഭിക്കുന്ന വിവരം. അതിന് കൂട്ടുനിൽക്കുന്നവരും ഇതിന്റെ പ്രതിപ്പട്ടികയിലേക്ക് വരണ്ടേ, അവരെ നമ്മൾ കണ്ടെത്തണ്ടേ? അതല്ലെങ്കിൽ ഈ പണം കൈപ്പറ്റിയവരെ മാത്രം ശിക്ഷിച്ചതുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കൊള്ള അവസാനിക്കുമെന്ന് നമുക്ക് കരുതാൻ സാധിക്കുന്നുണ്ടോ? സർവീസ് സംഘടനാ നേതാക്കളെല്ലാം തന്നെ ഈ നടപടികളെ സ്വാഗതം ചെയ്യുകയാണ്. അങ്ങും ഇതിനെ സ്വാഗതം ചെയ്യും എന്ന് എനിക്കറിയാം. എങ്കിലും ഒരു സ്വയം വിമർശനപരമായിട്ട് ഈ കാര്യത്തെ ഓരോ വകുപ്പുകൾ പ്രത്യേകമായിട്ടുള്ള കണക്കുകളാണ് പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ ആ വകുപ്പുകളിൽ പാർട്ട് ടൈം സ്വീപ്പർമാരുടെ പേരിലാണ് ഇപ്പൊ ഈ നടപടി ഉണ്ടായത്. പാർട്ട് ടൈം ജോലി ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് മുമ്പ് അവരുടെ ക്ലീനിങ്ങും മറ്റുമായി ബന്ധപ്പെട്ട ജോലികളാണ്. അത് ചെയ്താൽ അടിസ്ഥാന ശമ്പളത്തിന്റെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാരുടെ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി തുകയാണ് അവർക്ക് ശമ്പളമായി വേതനമായി ലഭിക്കുന്നത്. അപ്പോൾ അങ്ങനെ ലഭിക്കുന്ന ആളുകൾ നേരത്തെ എംപ്ലോയ്മെന്റ് വഴിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ശുപാർശയുടെ പുറത്തോ ഏതെങ്കിലുമൊക്കെ വകുപ്പ് അധ്യക്ഷന്മാരൊക്കെ എടുത്ത് ജോലിക്ക് വെക്കുന്ന ആളുകളോ നിയോഗിച്ച ആളുകളോ ആയിരിക്കാം. അപ്പോൾ അതൊക്കെ ഈ ഗവൺമെന്റിന്റെ കാലത്ത് 8.5 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഒരു സംവിധാനത്തിന്റെ ഭാഗമായൊക്കെ സർവീസിൽ വന്നിട്ടുള്ള ആളുകളാണ്. അതല്ലാതെ മത്സര പരീക്ഷ എഴുതി അല്ലെങ്കിൽ അങ്ങനൊന്നും വന്നിട്ടുള്ള ആളുകളല്ല. അപ്പോൾ അവർ വാങ്ങുന്ന ശമ്പളം ഈ മാനദണ്ഡം 1 ലക്ഷം രൂപയ്ക്കൊക്കെ ചിലപ്പോൾ താഴെ ആയിരിക്കാം എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ ആയിരിക്കും അവർക്കുള്ളത്. അല്ലെങ്കിൽ സർവീസിൽ വന്നതിന് ശേഷം ഇത് രണ്ടും വാങ്ങിക്കൊണ്ട് പോവുകയായിരിക്കാം. അത് ആസൂത്രിതമായിട്ടാണോ കേന്ദ്രീകൃതമായിട്ടാണോ എങ്ങനെയാണ് എന്നുള്ളത് അന്വേഷിക്കണം. അതാണ് പ്രതിപക്ഷ നേതാവ് പല പ്രാവശ്യവും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിൻ്റെ ലിസ്റ്റ് പുറത്തു വിടണം. ഇതാരൊക്കെയാണ്, ഏതൊക്കെ സംഘടനയാണ്. ഇത് പറയുമ്പോൾ കൊണ്ട് നടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചത് നീയേ ചാപ്പ എന്നുള്ള അതിനർത്ഥവർത്ഥാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നുള്ളതാണ് സത്യം. ഒറ്റ കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞോട്ടെ. കാരണം ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷിഭേദമന്യേ ഒരു രാഷ്ട്രീയപരമായ രീതിയായിട്ട് നമുക്കിതിനെ കാണാനേ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഏതെങ്കിലും സ്വീപ്പർമാരും പാർട്ട് ടൈം സ്വീപ്പർമാരും മാത്രമൊന്നുമല്ല ഇതിലുള്ളത്. അസോസിയേഷൻ പ്രൊഫസർ ഉണ്ട്, അല്ലെ, അസോസിയേറ്റ് പ്രൊഫസർ ഉണ്ട്, അതോടൊപ്പം തന്നെ മൃഗഡോക്ടറുണ്ട്. പുറത്തു വരുന്ന കണക്കുകളൊക്കെ വളരെ വലുതാണ്. എന്ന് മാത്രമല്ല ആരോഗ്യ വകുപ്പിലാണ് ഏറ്റവും കൂടുതൽ പേർ, പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അത് കഴിഞ്ഞ് ഇപ്പോൾ നടപടി 2 വകുപ്പിൽ മാത്രമേ വന്നിട്ടുള്ളൂ. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഏത് സർക്കാർ ഭരിച്ചാലും, ഏത് മുന്നണി ഭരിച്ചാലും, ഏത് സർവീസ് യൂണിയൻ ആയാലും ശരി, ഇതിനകത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം പുഴുക്കുത്തുകളെ കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ ഒരു നടപടി, അത് വളരെ ക്രിയാത്മകമായിട്ടും നിയമപരമായിട്ടുള്ള നടപടി എടുക്കുവാൻ വേണ്ട പ്രവർത്തനങ്ങൾ ചെയ്യാൻ സർവീസ് സംഘടനകൾക്ക് ബാധ്യതയില്ലേ? അങ്ങ് അത്തരമൊരു രീതിയിലേക്ക് ഈ വിഷയത്തെ കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ല, സർവീസ് സംഘടനകൾക്ക് ബാധ്യതയുണ്ട്. അതാണ് ചൂണ്ടിക്കാണിച്ചത്. കഴിഞ്ഞ 8.5 വർഷക്കാലമായി സർക്കാരിന്റെ കണക്കനുസരിച്ച് ലക്ഷക്കണക്കിന് 2-3 ലക്ഷം പിൻവാതിൽ നിയമനങ്ങൾ ഈ സംസ്ഥാനത്ത് നടന്നിട്ടുണ്ട്. അതെല്ലാം സർക്കാരിന്റെ ഖജനാവിൽ നിന്ന് പണം ശമ്പളമായി വാങ്ങുന്ന സംവിധാനമാണ്. അവർ നോക്കുമ്പോൾ പാർട്ട് ടൈം ഇതുപോലെ തന്നെ പിൻവാതിൽ നിയമനങ്ങളാണ്, പല പേര് പറഞ്ഞുള്ള നിയമനങ്ങളാണ്, താൽക്കാലിക നിയമനങ്ങൾ ആയിട്ട് വരും. അപ്പോൾ ഇവരൊക്കെ ഈ പെൻഷനും വാങ്ങിക്കൊണ്ടിരിക്കുകയായിരിക്കും. ഇത് ഈ എണ്ണമൊന്നും ആയിരിക്കില്ല. അതാണ് പറഞ്ഞത്, ഇവരുടെ പേര് പുറത്തുവിടണം, ഇത് കൃത്യമായി അന്വേഷിക്കണം. ഇങ്ങനെ സർക്കാരിൻ്റെ ഖജനാവിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൊടുക്കുന്ന നികുതി പണം, അത് ഉപയോഗിച്ച് കൊടുക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അർഹരായ ആളുകളുടെ കയ്യിലല്ല ലഭിക്കുന്നത് എന്ന് വന്നാൽ 4 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം ഇതുവരെ ഇവിടം വരെ എത്തി നിൽക്കുന്നുള്ളൂ എന്നുള്ളത്, അവിടെയാണ് കുറ്റകരമായ ഒരു മൗനം, ഒത്താശ, ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ആസൂത്രിതമായ നീക്കമൊക്കെ ഉണ്ടായിട്ടുള്ളത് ആരെങ്കിലും സംശയിച്ചോ കുറ്റം പറയാൻ കഴിയില്ല. അല്ലാതെ ഇതിനകത്ത് വേറെ ഞങ്ങളിനകത്ത് കക്ഷി രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ കൈവശം വെച്ചിരിക്കുന്ന ആളുകൾ, ഇതിന് നടപടിയെടുക്കേണ്ടവർ, ഇത് അവർക്ക് ജോലിയൊക്കെ നൽകിയവർ, പിൻവാതിൽ നിയമനങ്ങൾ ഇവിടെ വൻതോതിൽ നടന്നിരിക്കുന്നു. ഇതെല്ലാം പബ്ലിക് സർവീസ് കമ്മീഷൻ വഴിയൊന്നും മത്സര പരീക്ഷ എഴുതിയൊന്നും വന്നിട്ടുള്ള ആളുകളല്ല. ഒറ്റപ്പെട്ട ഗസറ്റഡ് ഓഫീസർമാരോ ഇത് പറഞ്ഞതുപോലെ കോളേജിലോ, അതൊക്കെ ഏത് തരത്തിലുള്ള നിയമനമാണ്, എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. സാമൂഹ്യ സുരക്ഷാ പെൻഷന്റെ ഭാഗമായി അംഗപരിമിതരായിട്ടുള്ള ആളുകളാണോ, അവരത് കുറച്ച് നാൾ കൂടെ വാങ്ങിയതാണോ? ഇതിൻ്റെയൊക്കെ കയ്യിൽ ഡാറ്റ ഉണ്ടല്ലോ. ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ എന്താ പ്രയാസം? ഇങ്ങനെ ഒരു കാലം ആയതുകൊണ്ടാണ് ഇത് പിടിക്കപ്പെട്ടത്. സ്പാർക്കിൽ 2 എമൗണ്ടുകളൊക്കെ അവരുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതും ഒക്കെ വന്നപ്പോഴായിരിക്കുമല്ലോ ഇത് അറിഞ്ഞത്. മുൻകാലങ്ങളിൽ വർഷങ്ങളായി ഈ പ്രാക്ടീസ് നിരന്തരം തുടർന്നു വരികയായിരിക്കും.
അതുമായി ബന്ധപ്പെട്ട് കുറെ കാലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നന്ദി പരിശോധിക്കണം. ശ്രീ